നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. കൗരവ പാണ്ഡവ സേനയിലെ സർവ സൈന്യാധിപന്മാരും മഹാരഥന്മാരും രഥിവീരന്മാരും അവരവരുടെ ശംഖുകൾ മുഴക്കിയും പണവ ആനക ഗോമുഖങ്ങൾ കൊട്ടി യുദ്ധസജ്ജമാണെന്ന് അറിയിച്ചു. കൗരവസേനയിലെ വാദ്യഘോഷങ്ങൾ താളക്രമമില്ലാത്തതാണെങ്കിൽ പാണ്ഡവസേനയിലേത് അടുക്കും ചിട്ടയോടും കൂടിയതായിരുന്നു. അതിനുശേഷം വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ വലിയ രഥത്തിൽ പോരാളിയായി നിൽക്കുന്ന അർജുനൻ്റെ മാനസികാവസ്ഥ ചഞ്ചലമായി തീരുകയാണ് ചെയ്തത്. അർജുന വിഷാദയോഗം ശ്ലോകം 20. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്ദമ്യ പാണ്ഡവഃ. ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം നമുക്കൊന്ന് നോക്കാം. അഥ അനന്തരം, അതിനുശേഷം, ശസ്ത്രസമ്പാദേ ആയുധപ്രയോഗകാലം അസ്ത്രം പ്രയോഗിക്കുന്നതിന്, പ്രവൃത്തി വന്നപ്പോൾ ആയുധപ്രയോഗകാലം വന്നപ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ സമയമായപ്പോൾ, കപിധ്വജനായ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ, പാണ്ഡവൻ, ഇവിടെ പാണ്ഡവൻ എന്ന് പറഞ്ഞാൽ അർജുനൻ എന്നാണ്. ദൃഷ്ടുവ കണ്ടിട്ട്, വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന, വ്യവസ്ഥിതാൻ ദൃഷ്ടുവ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നവരെ കണ്ടിട്ട്, ധാർതരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രന്മാരെ, ദൃഷ്ട്വാ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവരെ കണ്ടിട്ട്, ധാർതരാഷ്ട്രപുത്രന്മാരെ കണ്ടിട്ട്, ധനുരുദ്ദമ്യ ധനുഹു വില്ല്, ഉദ്ദമ്യ ഉയർത്തിപ്പിടിച്ച് ഭഗവാൻ കൃഷ്ണനോട് പറയുന്നതാണ് ഈ സന്ദർഭം. കൗരവാദികളുടെ ഘോഷപ്രകടനങ്ങൾ കഴിഞ്ഞ് ആയുധപ്രയോഗം ചെയ്യാൻ സമയമായപ്പോൾ കപിധ്വജനായ അർജുനൻ തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ച് ഭഗവാനോട് ഉര ചെയ്തു. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുകയാണ്, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ആയുധപ്രയോഗത്തിനുള്ള സമയമായപ്പോൾ കപിധ്വജനായ അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് വില്ല് ഉയർത്തിപ്പിടിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് താഴെ പറയുന്ന വാക്യത്തെ പറഞ്ഞു. ഈ ആശയം പൂർണ്ണമാകാൻ 21-ാമത്തെ ശ്ലോകം കൂടി പഠിക്കണം. അർജുന വിഷാദയോഗം ശ്ലോകം 21. ഋഷീകേശം തഥാ വാക്യ ഇദം ആഹ മഹീപദേ. ഋഷീകേശം തഥാ വാക്യമിദമാഹ മഹീപദേ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയാമച്യുത. ഋഷീകേശം തഥാ വാക്യമിദമാഹ മഹീപദേ. സേനയോരുഭയോർമധ്യേ
രഥം സ്ഥാപയാമേച്യുത. മഹീപതേ എന്ന് ധൃതരാഷ്ട്രനോട് സംബോധന ചെയ്തുകൊണ്ട് സജയൻ പറയുകയാണ്, ഋഷികേശം കൃഷ്ണനോട്, ഭഗവാനോട്, ഇതം വാക്യം ആഹ, ഇപ്രകാരം പറഞ്ഞു, ആഹ പറഞ്ഞു, ഹേ അച്യുത, അല്ലയോ നാശമറ്റവനായ ഭഗവാനേ, അല്ലയോ ച്യുതിയില്ലാത്തവനേ, ഉഭയോഹോ സേനയോഹോ രണ്ടു സേനകളുടെയും മധ്യഭാഗത്ത് മേ രഥം എൻ്റെ രഥത്തെ സ്ഥാപയാ കൊണ്ടു നിർത്തിയാലും ഹേ അച്യുത, യുദ്ധസജ്ജമായി നിൽക്കുന്ന രണ്ടു സേനകളെയും എനിക്കൊന്ന് കാണണം അച്യുത. അതിനാൽ രണ്ടു സേനകളുടെയും മധ്യഭാഗത്ത് രഥം കൊണ്ടുചെന്ന് നിർത്തുക. പിന്നെയോ ഈ യുദ്ധത്തിൽ ആരോടെല്ലാമാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരുമെന്നത് അറിയണം അച്യുത. ഈ രണ്ട് ശ്ലോകം കൂടി ചേർത്ത് വെച്ചാണ് സജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സജയൻ അർജുനനെ സംബോധന ചെയ്യുന്നത് കപിധ്വജഃ എന്നാണ്. പാണ്ഡവരെ എത്രമാത്രം മഹത്വവൽക്കരിക്കാമോ അത്രമാത്രം ഭംഗിയായി സജയൻ വിവരിക്കുകയാണ് ഇവിടെ. കപിധ്വജൻ, കുരങ്ങ് കൊടിയടയാളമായുള്ളവൻ. ഇരു സേനകളുടെയും വിന്യാസത്തെ കാണിച്ചിട്ട് വലിയ ഒരു പ്രയോഗമാണ് വ്യാസഭഗവാൻ നടത്തിയിട്ടുള്ളത്. കപിധ്വജൻ. അണിനിരത്തപ്പെട്ട ധാർത്തരാഷ്ട്ര സൈന്യത്തെ കണ്ടിട്ട് ആ കപിധ്വജൻ ശസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കി ആ പാണ്ഡവൻ അർജുനൻ ധനുസ്സിനെ ഉയർത്തി. കപിധ്വജൻ എന്ന് പറഞ്ഞാൽ ആടുന്ന മനസ്സോട് കൂടിയവനെന്നും നമുക്ക് വ്യാഖ്യാനിക്കാം, ചാഞ്ചാട്ടമുള്ളവനെന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. ആടുന്ന മനസ്സിനെ കുരങ്ങ് പ്രതിനിധാനം ചെയ്യുന്നു. കുരങ്ങ് അടങ്ങിയിരിക്കുകയില്ല, എന്തെങ്കിലും വിക്രിയകൾ കാണിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെയും മഹാകവി ഇവിടെ കുരങ്ങിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഹനുമാൻ കൊടിയടയാളമുള്ള രഥമെന്ന് പറയാൻ തക്ക സംസ്കൃതജ്ഞാനം ഇല്ലാത്തയാളല്ല വേദവ്യാസൻ. ഇവിടെ ചാഞ്ചല്യമുള്ള അർജുനൻ്റെ മനസ്സിനെ ഉയർത്തിക്കാണിക്കണം. അതിനാണ് കപിധ്വജൻ എന്നു പ്രയോഗിച്ചത്. അർജുനൻ ഗുഡാകേശനാണ്. ഉറക്കം, അജ്ഞത എന്നിവയൊക്കെ വെടിഞ്ഞവനാണ്. പാശുപതാസ്ത്രം നേടാൻ ഉറക്കമൊഴിഞ്ഞ് ശിവനെ ഭജിച്ചവനാണ്. എന്നാൽ ഇവിടെ അർജുനൻ്റെ ചാഞ്ചല്യമുള്ള മനസ്സിനെ കാണിച്ചു തരികയാണ് കപി എന്ന പ്രയോഗത്തിലൂടെ. ഹനുമാൻ നിശ്ചയദാർഢ്യമുള്ളവനാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഹനുമാനുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്നതുകൊണ്ട് കവി ഇങ്ങനെ പ്രയോഗിച്ചത്, മഹാകവി ഇങ്ങനെ പ്രയോഗിച്ചത്. എങ്ങനെയാണ് ഹനുമാൻ അർജുനൻ്റെ കൊടിയടയാളമായി മാറിയത്? നമുക്കൊന്ന് നോക്കാം. പണ്ട് അർജുനൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള വരവും കാത്ത് ഹിമഗിരി ശൃംഗങ്ങളിൽ പാണ്ഡവർ താമസിക്കുമ്പോൾ ഒരു സൗഗന്ധിക പുഷ്പം കാറ്റിൽ പറന്നു വന്നു. അതിൽ ആകൃഷ്ടയായ പാഞ്ചാലി കൂടുതൽ പൂക്കൾ വേണമെന്ന് ഭീമസേനോട് പറഞ്ഞു. സൗഗന്ധിക പൂവ് തേടിപ്പോയ ഭീമൻ വഴിക്കുവെച്ച് ഹനുമാനെ കണ്ടു. ഞാനെന്ന അഹംഭാവത്തോടെ നടക്കുന്ന ഭീമൻ്റെ ഗർവ് കുറയ്ക്കാൻ ഹനുമാൻ വഴിയിൽ വാലും നീട്ടി അവശനായി കിടന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു തർക്കം നടന്നു. അവിടെ ആ കുരങ്ങിൻ്റെ വാല് പോലും നീക്കിവയ്ക്കാൻ കഴിയാതെ വിഷമിച്ചു നിന്ന ഭീമൻ്റെ മുന്നിൽ ഹനുമാൻ താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തി. സഹോദരന്മാർ പരസ്പരം തിരിച്ചറിഞ്ഞ് ആശ്ലേഷിച്ചു. തൻ്റെ ദിവ്യരൂപം ഭീമൻ്റെ അഭ്യർത്ഥന പ്രകാരം കാണിച്ചു. വേണ്ട ഉപദേശങ്ങൾ ഹനുമാൻ ഭീമന് നൽകി. യുദ്ധമുണ്ടാകുമ്പോൾ പാർത്ഥൻ്റെ രഥത്തിൽ
കൊടിയടയാളമായി നിന്നുകൊണ്ട് നിങ്ങളെയൊക്കെ സംരക്ഷിക്കാം എന്ന് ഹനുമാൻ വാക്കുകൊടുത്തിട്ട് മറഞ്ഞു. ഇപ്രകാരമാണ് ഹനുമാൻ കൊടിയടയാളമായി മാറിയതും അർജുനൻ കപിധ്വജനായതും. ഹേ അച്യുത, അല്ലയോ ഭഗവാനേ. അച്യുതൻ എന്നാൽ നാശമില്ലാത്തവൻ, ഇളക്കമില്ലാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. ഹേ അച്യുത, രണ്ടു സേനകളുടെയും മധ്യത്തിലായി രഥം നിർത്തുക. ഇവിടെ തൻ്റെ സാരഥിയോട് ആജ്ഞാപിക്കുകയല്ല അർജുനൻ ചെയ്തത്, തൻ്റെ ആരാധനാമൂർത്തിയോട് അപേക്ഷിക്കുകയാണ്. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവാഃ ഋഷികേശം തഥാ വാക്യമിദമാഗമഹീപതേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാ. പിന്നെ അർജുനൻ പറഞ്ഞതെന്താണെന്ന് നോക്കാം. ഇത്രയും ആ സേനയുടെ രണ്ടു സേനകളുടെയും മധ്യത്തിലായിട്ട് ഈ രഥം ഒന്ന് കൊണ്ടു നിർത്തൂ അച്യുത എന്നപേക്ഷിച്ചിട്ട്, ഒരഭ്യർത്ഥനയാണെങ്കിലും അപേക്ഷിച്ചിട്ട് അർജുനൻ പറഞ്ഞു. അർജുന വിഷാദയോഗം ശ്ലോകം 22. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. യാവദേതാൻ നിരീക്ഷേ അഹം യാവദേതാൻ നിരീക്ഷേഹം യോദ്ധകാമാൻ അവസ്ഥിതാൻ യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ അസ്മിൻ രണസൗദ്യമേ സമുദ്യമേ. ഇതിൻ്റെ വാക്യാർത്ഥം നമുക്ക് നോക്കാം. അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധാരംഭത്തിൽ വന്നിട്ടുള്ള മയ എന്നാൽ കൈ വഹ ആരോടുകൂടിയാണ്, മയ എന്നാൽ ആരോടുകൂടിയാണെന്നാൽ, കൈർമയ ആരോടുകൂടിയാണെന്നാൽ, ആരോടുകൂടിയെന്നാൽ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടണമേ. ആരോടുകൂടിയാണ് യുദ്ധം ചെയ്യപ്പെടേണ്ടത്? താൻ അവരെയും യോദ്ധുകാമാൻ യുദ്ധം ചെയ്യാൻ ഇച്ഛയുള്ളവരായിട്ട് അവസ്ഥിതാൻ ഇവിടെ നിൽക്കുന്ന ഏതാൻ ഈ ജനങ്ങളെയും ഈ ആളുകളെയും അഹം ഞാൻ യാവൽ നിരീക്ഷേ ഏതുവരെ നല്ലവണ്ണം കാണുന്നുവോ അതുവരെ അവരെ നിരീക്ഷിക്കാൻ. ഹേ അച്യുത, രഥം രണ്ടു സേനകളുടെയും മധ്യഭാഗത്തായി നിർത്തൂ. ഈ യുദ്ധാരംഭത്തിൽ വന്നിട്ടുള്ള, യുദ്ധം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഈ ജനങ്ങളെയും ഈ ആളുകളെയും കാണാൻ പറ്റുന്ന തരത്തിൽ രഥത്തെ കൊണ്ട് നിർത്തുക അച്യുത. പിന്നെയോ അർജുന വിഷാദയോഗം ശ്ലോകം 23. ശ്ലോകം 22ഉം 23ഉം ഒരുമിച്ച് മനസ്സിലാക്കിയാലേ അർത്ഥപൂർണമാകൂ. യോത്സ്യമാനാൻ അപേക്ഷേ അഹം യോത്സ്യമാനാനപേക്ഷേഹം യേ ഏതേ അത്ര സമാഗത യദേത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികിർഷവഃ യുദ്ധേ പ്രിയ ചികിർഷവഃ. ഇതിൻ്റെ വാക്യാർത്ഥം നോക്കാം. ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രസ്യ ധാർത്തരാഷ്ട്രപുത്രന്മാർ
ധൃതരാഷ്ട്രൻ്റെ മക്കൾ സുയോധനാദികൾ യുദ്ധത്തിൽ പ്രിയ ചികിർഷവഹ ഇഷ്ടം ചെയ്യാൻ ഇച്ഛയുള്ളവരായിട്ട്, അതായത് ധാർത്തരാഷ്ട്രന്, അതായത് ദുർബുദ്ധിയായ ദുര്യോധനന് ഇഷ്ടം ചെയ്യാൻ ഇച്ഛയുള്ളവരായിട്ട് ഏതോ യാതൊരു ഈ ജനങ്ങൾ അത്ര ഇവിടെ ഈ യുദ്ധക്കളത്തിൽ സമാഗത വന്നിരിക്കുന്നുവോ താൻ അവരെയും യോത്സ്യമാനാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപേക്ഷയെ വേർതിരിച്ച് ഒന്ന് കാണണം. യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് വന്നു നിൽക്കുന്ന, അതല്ലെങ്കിൽ ദുര്യോധനന് പ്രിയം ചെയ്യാൻ വന്നു നിൽക്കുന്ന അവരെ എനിക്കൊന്ന് കാണണം എന്നാണ് പറയുന്നത്. ഇവിടെ പ്രിയം ചെയ്യുക എന്ന് പറയുന്നത് അതായത് ഒരാളുടെ മുഖസ്തുതി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ ആർക്കെങ്കിലുമോ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ അവർ പറയുന്നത് ഉടനെ സാധിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് പ്രിയം ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രിയം ചെയ്യുക എന്ന് പറയുന്നത് അവർക്കെപ്പോഴും ദോഷമേ സംഭവിക്കുകയുള്ളൂ. അതിൻ്റെ വരും വരാഴികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഹിതം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരുടെ വരും വരാഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഹിതം ചെയ്യുകയാണെങ്കിൽ അത് ആ സമയത്ത് ഇത് ഏൽക്കുന്ന ആളിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു അപ്രിയം തോന്നുമെങ്കിലും പിന്നീട് അവരുടെ ഭാവിയിൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പ്രിയം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഹിതം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഗീതയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം. നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായാലും എപ്പോഴും ഹിതം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ അർജുനൻ പറയുകയാണ്, ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രൻ്റെ മക്കളും അവർക്ക് ഇഷ്ടം ചെയ്യാൻ യുദ്ധക്കളത്തിൽ വന്നു കൂടിയിട്ടുള്ളവരും യുദ്ധം കാണാൻ വന്നിട്ടുള്ള ജനങ്ങളെയും അവരെ കാണാനൊക്കുന്ന ദൂരം വരെ എനിക്ക് കാണണം. സേനാമധ്യത്തിൽ രഥം നിർത്തുക അച്യുത. ശംഖിൻ്റെ ധ്വനി കേട്ട് ഭയപ്പെട്ടുവെങ്കിലും ഓടിപ്പോകാതെ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ദുര്യോധനാദികളെ അർജുനൻ നോക്കി. ശ്രീരാമഭക്തനായ ഹനുമാൻ കൊടിയടയാളമായി അനുഗ്രഹിക്കുകയും സർവേന്ദ്രിയ പ്രവർത്തകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരഥ്യം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുനന് ഭയത്തിനൊരു വിധത്തിലും അവകാശമില്ല. എങ്കിലും ആലോചന കൂടാതെ ഗുരുജനങ്ങളെ ഹനിച്ചവൻ എന്ന അപവാദം കൂടാതെ കഴിക്കുവാൻ ഭഗവാന്റെ ഉപദേശത്തെ ആഗ്രഹിച്ചുകൊണ്ട് ശസ്ത്രപ്രയോഗത്തിനാരംഭിച്ച സമയത്ത് ഗാന്ധീവമെന്ന ധനുസിനെ ഉയർത്തിയിട്ട് ഹേ ദേശകാലാവധികളെ അതിക്രമിച്ചും സർവരുടെയും ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ചു ഇരിക്കുന്ന ഭഗവാനെ, എൻ്റെ തേരിനെ രണ്ടു സൈന്യങ്ങളുടെയും മധ്യേ അല്പനേരം നിർത്തണമേ എന്ന് അർജുനൻ പ്രാർത്ഥിച്ചു. എടോ അർജുന, ഇവിടെ നിർത്തുകയോ? അബദ്ധം. ശസ്ത്രപ്രയോഗത്താൽ എന്നെ അവർ തേർത്തട്ടിൽ നിന്ന് വീഴ്ത്തുകയില്ലയോ എന്ന് ലീലാമാനുഷൻ അർജുനനെ അഭിനയിച്ചു കാണിച്ചു. അപ്പോഴാണ് അർജുനൻ അച്യുത എന്ന സംബോധന ചെയ്തത്. ഏതു കാലത്തിലും ദേശത്തിലും അവസ്ഥയിലും സ്ഥാനചലനം ഇല്ലാത്ത അങ്ങയെ ചലിപ്പിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ബുദ്ധിപൂർവം പറഞ്ഞതാണ് അർജുനൻ. അല്ലാതെ അർജുനന് ഭയസംഭ്രാന്തികൾ ഉണ്ടായിട്ടല്ല. ആലോചനയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി വേണം ലോകത്തിൽ സാധാരണമല്ലാത്ത ഈ വക വിഷമഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ എന്ന വിചാരത്തോടു കൂടിയാണ് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭക്താനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ഭഗവാൻ ഒരുങ്ങിയിരിക്കെ പാണ്ഡവ പരാജയത്തെ അങ്ങുന്ന് ആശിച്ചിട്ട് യാതൊരു ഫലവുമില്ലെന്ന് സജയൻ വീണ്ടും സൂചിപ്പിക്കുന്നു. തേർ നിർത്തേണ്ട ആവശ്യവും സ്ഥാനവും അർജുനൻ വിശദമാക്കുന്നു. ഏതു സ്ഥാനത്തിൽ നിർത്തിയാൽ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന അവരെ തനിക്ക് കാണാൻ സാധിക്കുമോ
ആ സ്ഥാനത്തിൽ നിർത്തണം. രക്ഷയ്ക്കുള്ള മാർഗം എന്താണെന്നറിയാത്ത ദുര്യോധനനെ യുദ്ധത്തിൽ സഹായിച്ചു പ്രീതിപ്പെടുത്തുവാൻ ഒരുങ്ങി നിൽക്കുന്ന അവർ എൻ്റെ ശത്രുക്കളാകയാൽ അവരെ നല്ലതുപോലെ എനിക്കറിയണം എന്നാണ് അർജുനൻ്റെ വിചാരം. യാവതേതാൻ നിരീക്ഷേഹം യുദ്ധകാമനാവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികിർഷവഃ.